നമസ്കാരം. വളരെ കാലമായി ഇന്ത്യൻ യാത്രക്കാരുടെ വളരെ പ്രിയപ്പെട്ട മോഡലാണ് മാരുതി സുസുക്കി വാഗണാർ. ഇപ്പോഴിതാ മെച്ചപ്പെടുത്തിയ ഹൈബ്രിഡ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മാരുതി വാഗണാറിന്റെ അടുത്ത തലമുറ പതിപ്പിറക്കാൻ പോവുകയാണ് കമ്പനി. ഇത് ഈ ജനപ്രിയ ഹാച്ച് ബാക്കിന് ഇന്ധനത്തോടൊപ്പം മികച്ച കാര്യക്ഷമതയും നൽകുന്നുണ്ട്. വരാനിരിക്കുന്ന പുതിയ തലമുറ വാഗണാർ ഫുൾ ഹൈബ്രിഡ് സവിശേഷതകൾ നോക്കാം. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അവകാശപ്പെടുന്നത് ജപ്പാനിൽ പുറത്തിറക്കാൻ ഉദ്ദേശിക്കുന്ന അടുത്ത തലമുറ വാഗണാറിന് 53.26 bhp നൽകുന്ന 0.66 ലിറ്റർ 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ ആയിരിക്കും. ഇത് 9.86 bhp ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഇലക്ട്രിക് മോട്ടോറുമായി ഘടിപ്പിക്കും. ഇത് കാറിനെ 63.12 bhp പവർ ഹൗസ് ആക്കി മാറ്റുന്നുണ്ട്. ഹൈബ്രിഡ് സിസ്റ്റം പെട്രോൾ എഞ്ചിനിൽ നിന്ന് 58 Nm ടോർക്കും ഇലക്ട്രിക് മോട്ടോറിൽ നിന്ന് 29.5 Nm ടോർക്കും നൽകുന്നുണ്ട്. വാഗണാർ ഫുൾ ഹൈബ്രിഡ് സുഗമവും കാര്യക്ഷമവുമാണെന്ന് പേരുകേട്ട ഇലക്ട്രിക് തുടർച്ചയായി വേരിയബിൾ ട്രാൻസ്മിഷനുമായാണ് എത്തുന്നത്. കാറിന്റെ നീളം 3395 mm, വീതി 1475 mm, ഉയരം 1650 mm, 2460 mm വീൽ ബേസും 850 കിലോഗ്രാം കർബ് ഭാരവും ഈ കാറിനുണ്ടാകും. ഒരു ഫുൾ ഹൈബ്രിഡ് സിസ്റ്റം എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഹൈബ്രിഡ് സിസ്റ്റത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന രണ്ട് സാങ്കേതിക വിദ്യകൾ പെട്രോൾ എഞ്ചിനും ഒരു ഇലക്ട്രിക് മോട്ടോറുമാണ്. ഇത് ഇന്ധനക്ഷമതയും മലിനീകരണം കുറയ്ക്കുന്നതുമാണ്. ഫുൾ ഹൈബ്രിഡുകൾ വളരെ കുറഞ്ഞ ദൂരത്തിൽ വൈദ്യുതോർജ്ജത്തിൽ മാത്രമായി പ്രവർത്തിക്കും. ദൈർഘ്യമേറിയ യാത്രകൾക്കായി ഇലക്ട്രിക് പെട്രോൾ പവറിലേക്ക് മാറും. ഈ സാങ്കേതിക വിദ്യ അടുത്ത തലമുറ വാഗണാറിൽ മാരുതി സുസുക്കി അവതരിപ്പിക്കുമെന്നാണ് പുതിയ റിപ്പോർട്ട്. അങ്ങനെ സംഭവിച്ചാൽ ഇത് പൂർണ്ണ ഹൈബ്രിഡ് സംവിധാനമുള്ള ആദ്യത്തെ മിനി കാർ ആയിരിക്കും. മികച്ച ഇന്ധനക്ഷമതയായിരിക്കും വാഗണാർ ഫുൾ ഹൈബ്രിഡിന്റെ പ്രധാന ഹൈലൈറ്റ്. നിലവിലുള്ള വാഗണാർ CNG വേരിയന്റുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഹൈബ്രിഡ് വേരിയന്റിന് 30 km/ലിറ്ററിന് മുകളിൽ പോകാനാകുമെന്നാണ് കരുതപ്പെടുന്നത്. 33.47 കിലോമീറ്റർ അല്ലെങ്കിൽ കിലോഗ്രാം ആണ് CNG വാഗണാറിന്റെ മൈലേജ്. ഇതൊരു ഫുൾ ഹൈബ്രിഡ് വാഗണാറിനെ ആകർഷണമാക്കി മാറ്റിയേക്കാം, പ്രത്യേകിച്ചും ഇന്ധനവില അനുദിനം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ. ഫുൾ ഹൈബ്രിഡ് കാറുകൾക്ക് സാധാരണ പെട്രോൾ കാറുകളേക്കാൾ വില കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വാഗണാർ ഫുൾ ഹൈബ്രിഡിനും വില കൂടിയേക്കാം. ജപ്പാനിലെ ഹൈബ്രിഡ് വാഗണാറിന് 1.3 മില്യൺ yen വരെ വിലയുണ്ട്, അതായത് ഏകദേശം 7.22 ലക്ഷം രൂപ. ടോപ്പ് വേരിയന്റുകൾക്ക് ഏകദേശം 1.9 ദശലക്ഷം yen ആണ് വില വരുന്നത്, അതായത് 10.55 ലക്ഷം ഇന്ത്യൻ രൂപ. ഇത് നിലവിലെ മോഡലിന്റെ വില ശ്രേണിയിൽ നിന്ന് ഒരു കുതിച്ചുചാട്ടമാണ്. എന്നാൽ ഒരു പൂർണ്ണ ഹൈബ്രിഡ് വാഹനത്തെ സംബന്ധിച്ച് ഇതൊരു താങ്ങാനാവുന്ന വിലയാണെന്നാണ് കമ്പനി കരുതുന്നത്. പതിറ്റാണ്ടുകളായി രാജ്യത്ത് സാന്നിധ്യമുള്ള മാരുതി സുസുക്കിയുടെ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്ന വാഹനങ്ങളിലൊന്നാണ് മാരുതി സുസുക്കി വാഗണാർ. 1999 ഇന്ത്യയിൽ അവതരിപ്പിച്ചത് മുതൽ മാരുതി വാഗണാർ ഇന്ത്യയിൽ സൂപ്പർ ഹിറ്റാണ്. ഇപ്പോഴിതാ ഈ വാഹനം ഉടൻ തന്നെ വലിയൊരു മാറ്റത്തിന് ഒരുങ്ങുകയാണെന്ന് പുതിയ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. കമ്പനി വാഗണാറിൽ ഒരു ഹൈബ്രിഡ് സജ്ജീകരണം നൽകാൻ തയ്യാറെടുക്കുകയാണെന്നായിരുന്നു റിപ്പോർട്ട്. ഹൈബ്രിഡ് വാഗണാർ ഉടൻ ജപ്പാനിൽ അവതരിപ്പിക്കും. ഇതിനു ശേഷമായിരിക്കും ഈ കാർ ഇന്ത്യയിൽ എത്തുന്നത്.